നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപി വീട്ടിൽ വരുന്നതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്ന് ഇ.കെ. നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ. സുരേഷ് മുൻപും പലതവണ ഇവിടെ വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിച്ച് പോയിട്ടുണ്ട്. അദ്ദേഹം നായനാരുമായി അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബവുമായി നല്ല ആത്മബന്ധമാണ് ഉള്ളത്. സുരേഷ് എന്നെ സംബന്ധിച്ച ഒരു രാഷ്ട്രീയക്കാരനല്ല, നല്ലൊരു വ്യക്തിയാണ്, ശാരദ ടീച്ചർ പറഞ്ഞു. സഖാവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് വരുന്നത്. തുറന്ന മനസ്സാണല്ലോ എന്റെ സഖാവിന്, അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. സുരേഷ് ഗോപി അച്ഛാന്നാണ് വിളിക്കുക. എന്നോട് ഫോൺ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയാണ് സംസാരിക്കുന്നത്. അമ്മ എന്നാണ് എന്നെ വിളിക്കുന്നത്. സുരേഷ് നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ്, അല്ലാതെ ഒന്നും സുരേഷിനെ എനിക്ക് അറിയില്ല. സഖാവ് മരിച്ചതിന് ശേഷവും വരാറുണ്ട്. ഇവിടെ കണ്ണൂരിൽ വന്നാൽ പ്രഭാത ഭക്ഷണം കഴിക്കാനും ഉച്ചഭക്ഷണം കഴിക്കാനുമൊക്കെ വരും. സഖാവിന്റെ നിഷ്കളങ്കത അയാൾ എല്ലാത്തിലും കാണുന്നുണ്ടല്ലോ. അവർ രണ്ടുപേരും നേരിൽ കണ്ടാൽ ഒരുപാട് സംസാരിക്കും. പല മുഖ്യമന്ത്രിമാരെയും പരിചയമുണ്ടായിരുന്നുവെങ്കിലും സഖാവിനോടുള്ളതുപോലെയൊരു അടുപ്പം ആരുമായി ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി. സുരേഷ് ഗോപി MP ആയതിലൊക്കെ സന്തോഷം. സുരേഷ് ഗോപിക്ക് ഒരു ഉപദേശവും കൊടുക്കാനില്ല. ഞാൻ അമ്മയെ ചെന്ന് കാണുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇതിലൊന്നും രാഷ്ട്രീയമല്ല. രാഷ്ട്രീയവും സ്നേഹവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. സുരേഷ് ഗോപിയെ ഞാൻ ആദ്യമായി കാണുന്നത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ വെച്ചാണ്. സഖാവ് ആശുപത്രിയിൽ കിടക്കുമ്പോഴായിരുന്നു അത്. അദ്ദേഹത്തെ കാണാൻ വന്നതല്ലേ. നഴ്സ് പറഞ്ഞു, ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ഓപ്പറേഷന് വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുക്കാൻ അന്വേഷിച്ചു വരുന്നതാണെന്ന്. അങ്ങനെയുള്ള മനസ്സുള്ളവർ ഉണ്ടല്ലോ എന്ന അതിശയമായിരുന്നു എനിക്ക്. അതാണ് സുരേഷ്. ഇതിലൊന്നും രാഷ്ട്രീയം കാണേണ്ടതില്ല. മാധ്യമങ്ങളൊക്കെ സുരേഷ് ഗോപിയെ രാഷ്ട്രീയക്കാരനായി കാണുന്നുണ്ടാകും. പക്ഷേ എനിക്ക് സുരേഷ് നല്ലൊരു വ്യക്തിയാണ്. അവർ പറഞ്ഞു. കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപി മാടായിക്കാവ്, രാജരാജേശ്വര ക്ഷേത്രം, പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര എന്നിവിടങ്ങളിൽ ദർശനം നടത്തിയിരുന്നു. പിന്നാലെയാണ് അദ്ദേഹം ഇ.കെ. നായനാരുടെ വീട്ടിലെത്തിയത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.